വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുമന്ത്രയെക്കുറിച്ചാണ് കേട്ടോ. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഓരോരുത്തർ ചോദിച്ചത് ഏതൊക്കെയാണ്, ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരികയും അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് പറയൂ, ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുമോ, ഇത് എന്താണ് റേക്കി എനർജൈസിങ് എന്ന് വെച്ചാൽ എന്താണ്, റേക്കി എനർജൈസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റും അല്ലെങ്കിൽ റേക്കി എനർജൈസ് ചെയ്യാത്ത ബ്രേസ്ലെറ്റും ധരിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്, നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്, എങ്ങനെയാണോ നിങ്ങളത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഓരോ ബ്രേസ്ലെറ്റിനെ കുറിച്ചും വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഗുരുമന്ത്രയിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മുതൽ ഓരോ സ്റ്റെപ്സ് 1 by 1 ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്, എത്ര ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്തവർക്കും ഓർഡർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിരിക്കുന്നത് ഈ 3 പ്രോഡക്റ്റ് ആണ്. ഒന്ന് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്, റേക്കി എനർജൈസ്ഡ് ആയിട്ടുള്ള മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്, മറ്റൊന്ന് 7 ചക്ര, മറ്റൊന്ന് സിട്രി. ഈ 3 ബ്രേസ്ലെറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളതും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുള്ളതും. പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എല്ലാവരുടെയും ഓർഡർ ഷിപ്പിംഗ് ആയിട്ടുണ്ട്. എറണാകുളം ഭാഗത്തുള്ളവർക്ക്, എറണാകുളം തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് ഇന്ന് തന്നെ പ്രോഡക്റ്റ് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ പ്രോഡക്റ്റ് കിട്ടും. ബാക്കി ചങ്ങനാശ്ശേരി, വയനാട്, തിരുവനന്തപുരം, ആലപ്പുഴ ആ ഭാഗത്തുള്ളവർക്കൊക്കെ നാളെയോ മറ്റന്നാളോ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. അതെപ്പോൾ ധരിക്കണം, ഏത് ദിവസമാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റും റേക്കി എനർജൈസ് ചെയ്യാതെ ഇടുന്ന ബ്രേസ്ലെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് എനർജൈസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് അത് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഓരോ പ്രോഡക്റ്റുകൾ പലരുടെ കൈമാറിയാണ് ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തതാണെങ്കിൽ പോലും പലരുടെ കയ്യിൽ നിന്ന് കൈമാറി ആയിരിക്കുമല്ലോ അത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ശുദ്ധീകരണം ചെയ്യേണ്ടത് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ശുദ്ധീകരണമാണ് നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മൾ റേക്കി എനർജൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വെളുപ്പിനാണ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് റേക്കി എനർജൈസിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ റേക്കി എനർജൈസിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടും കേട്ടും അറിയാം. ഡോക്ടർ മിക്കാവു ഉസുയി റേക്കിയുടെ സ്ഥാപകനാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് റേക്കിയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ മിക്കാവു ഉസുയി. റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു മതത്തിന്റെ വിശ്വാസങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലല്ല റേക്കി ഉള്ളത്. ഡോക്ടർ മിക്കാവു ഉസുയി 21 ദിവസം മെഡിറ്റേഷന് വേണ്ടി മൗണ്ട് കുറാമ എന്ന മലയിൽ ധ്യാനിക്കുമ്പോൾ റേക്കി സിംബൽസ് തെളിയുകയും അത് ഫലപ്രദമായി പലർക്കും കാര്യങ്ങൾ സാധിക്കാൻ ഉപകാരപ്പെടുകയും ഉണ്ടായി. പവർ സിമ്പിൾ, മെന്റൽ സിമ്പിൾ, ഇമോഷണൽ സിമ്പിൾ, മണി റേക്കി സിമ്പിൾ, അങ്ങനെ നിരവധി സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ബ്രേസ്ലെറ്റ്സ് എനർജൈസ് ചെയ്യുന്നത് കേട്ടോ, റേക്കി എനർജൈസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റേക്കി എനർജൈസ് ചെയ്യുന്നത് കാണാം. ഓർഡർ ചെയ്ത് വന്ന ബ്രേസ്ലെറ്റുകൾ ക്ലെൻസ് ചെയ്യുന്നു. അതിനായി ശുദ്ധമായ വെള്ളത്തിൽ റോക്ക് സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് എന്നൊക്കെ പറയില്ലേ, കല്ലുപ്പ് ഉപയോഗിച്ച് 2-3 മിനിറ്റ് നന്നായി കഴുകി വൃത്തിയാക്കും. എന്നിട്ട് സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഞാനെല്ലാം സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടോ ക്ലെൻസ് ചെയ്യുന്നത്. രുദ്രാക്ഷവും കരിങ്ങാലിയും നമ്മൾ നെയ്യിലാണ് ക്ലെൻസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ശുദ്ധമായ ജലത്തിൽ ഒരിക്കൽ കൂടി അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് മെഡിറ്റേഷൻ റൂമിലേക്ക് കൊണ്ടുപോകാം. ഗുരുക്കന്മാരുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് നാളെ വെളുപ്പിനാണ് എനർജൈസ് ചെയ്യുന്നത്. രാത്രി മെഡിറ്റേഷൻ റൂമിൽ വെച്ച ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ റേക്കി സിംബൽസ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഓർഡർ, അവരുടെ പേരും അവരുടെ ആവശ്യവും പറഞ്ഞ് അതനുസരിച്ചിട്ടാണ് എനർജൈസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എത്ര ബൾക്ക് ഓർഡർ വന്നാലും നമ്മളെ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരോട് നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ആവശ്യം. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് രാവിലെ എനർജൈസ് ചെയ്യുന്നത്. ഇത് വെളുപ്പിനാണ് കേട്ടോ, ബ്രഹ്മമുഹൂർത്തത്തിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്.
ഇത് റേക്കി എനർജൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഇത് ഞാൻ കുറച്ച് എടുക്കുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇത് ഒരുപാട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം മാത്രം വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ. എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഓരോന്നും എൻ്റെ കയ്യിലേക്ക് എത്തി. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായിട്ട് പാക്കിങ് എൻ്റെ സെക്ഷൻ ആട്ടോ ഞാൻ പാക്ക് ചെയ്തു. ഫസ്റ്റ് ഓർഡർ പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരെയും പോലെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് പ്രാർത്ഥനയോടെ കൂടി തന്നെയാണ് കേട്ടോ ഞാനും പാക്കിങ്ങിലേക്ക് ഇരുന്നത്. ഒട്ടും കാത്തിരിക്കാതെ ആദ്യ ഓർഡർ പാക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ എല്ലാ ഓർഡറും പാക്ക് ചെയ്യുന്നത്. അതിൽ എൻ്റെ കൈപ്പടയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി തരണമെന്ന് എനിക്കൊരാഗ്രഹം. അതുകൊണ്ട് താങ്ക്സ് കാർഡിൻ്റെ ഉള്ളിൽ ഞാനൊരു താങ്ക്സും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൺകുട്ടിയുടെ അവൾക്ക് സന്തോഷമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ബോയ് വന്ന് ഇതെല്ലാം പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇനി ഇത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈകളിലെത്തും. ഇപ്പോഴാണ് നിങ്ങൾ ധരിക്കേണ്ടത്, എങ്ങനെയാണ് ധരിക്കേണ്ടത്, ഏത് സമയത്താണ് ധരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞുതരാം. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി നിങ്ങളിത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം, അത് രാവിലെ എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, കുളിച്ച് ശുദ്ധമായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. ബെസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ധരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങളുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കയ്യിൽ പിടിക്കുക, ബ്രേസ്ലെറ്റ് കൈകളിൽ വെച്ചിട്ട് എനിക്ക് സമ്പത്ത് ലഭിക്കട്ടെ, എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് പോസിറ്റീവ് ലഭിക്കട്ടെ, പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക, അത് നടന്നതായിട്ട് പറയരുത്, നിങ്ങളുടെ നല്ല കാര്യങ്ങൾ എനിക്കത് നടന്നു, എനിക്കത് നടക്കട്ടെ എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞതിന് ശേഷം ഇടത് കയ്യിൽ നമ്മളിത് ധരിക്കാം. മണി മാഗ്നറ്റ്, സിട്രിൻ, 7 ചക്രയൊക്കെ ധരിക്കേണ്ടത് ഇടത് കയ്യിലാണ് കേട്ടോ. യഥാർത്ഥ മണി ഹാർഡ് വർക്കാണ്. നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുക, കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനുള്ള നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സ്റ്റോണാണ് നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും? അത് ചിലർക്കൊക്കെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ ചെയ്യാൻ സാധിക്കും. ചിലവർക്കൊക്കെ 2-3 ആഴ്ച ടൈം എടുക്കും. എല്ലാത്തിനും അപ്പുറം ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. മനസ്സിലെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. തീർച്ചയായിട്ടും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് എന്താ ചെയ്യുക, ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് 2-3 ചാർജിങ് മെത്തേഡ് ഉണ്ട്. ഒന്ന് മൂൺലൈറ്റ് മെത്തേഡ്, മറ്റൊന്ന് സൺലൈറ്റ് മെത്തേഡ്, മറ്റൊന്ന് വാട്ടർ മെത്തേഡ്. അങ്ങനെ പല രീതിയിൽ നമുക്കിത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫുൾ മൂണുള്ള സമയത്ത്, അതായത് പൂർണ്ണ ചന്ദ്രനുള്ള സമയത്ത് നമ്മളിതൊന്ന് ചന്ദ്രനെ കാണിക്കുക. ഫുൾ നൈറ്റ് ഒന്ന് ഇത് ജനലിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ വെച്ച് ഫുൾ മൂൺ ലൈറ്റ് അങ്ങോട്ട് കാണിക്കുക. പിന്നെ മറ്റൊരു മെത്തേഡാണ് വാട്ടർ മെത്തേഡ്. അത് നിങ്ങൾക്ക് ഉപ്പുവെള്ളമില്ലേ, കല്ലുപ്പിട്ട വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നീട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൺലൈറ്റ്, കുറച്ച് രാവിലത്തെ സൺലൈറ്റില്ലേ, അത് 1-2 മിനിറ്റ് കേട്ടോ, അധികം നേരമൊന്നും വെക്കരുത്. 2-3 മിനിറ്റൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ച് ഒന്ന് സൺലൈറ്റ് കൊള്ളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ധരിക്കാം. പിന്നെ വിഭൂതിയൊക്കെ, എന്നാൽ ചന്ദനത്തിരി വിഭൂതിയൊക്കെ പുകയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ബ്രേസ്ലെറ്റ് ഒന്ന് അതിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അതൊന്ന് പുകയ്ക്കാം. കല്ലിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കളയും.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ നമുക്ക് തോന്നുന്ന സമയത്ത് ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ്സ് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ശക്തി ഈ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള സ്റ്റോൺസിനുണ്ട്. നിങ്ങളത് ബാധിക്കത്തില്ല. പുറത്തു പോയി വന്നതിന് ശേഷം എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റോൺസിനെ ബാധിച്ച് വന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും അത് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ട്, മാലകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മണി മാഗ്നറ്റിൻ്റെയും 7 ചക്രയുടെയൊക്കെ മാല ഉണ്ട് കേട്ടോ. ഈ മണി മാഗ്നറ്റ് മണി അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തും. ഈ പറയുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നതാണ് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് അവർ മണ്ടന്മാരോ അല്ലെങ്കിൽ അന്ധവിശ്വാസികളോ ആയിട്ടല്ല, ഇതിൻ്റെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. വെറുതെ ഇത് ധരിക്കുന്നതിനേക്കാളും ഗുണം റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിക്കണം എന്നുള്ളതാണ്. ഞാൻ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് മാത്രമല്ല, മാലയും ഞാൻ ധരിക്കാറുണ്ട്. മാലയും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ എപ്പോഴും ധരിക്കാറുള്ളൊരു മാലയാണിത്. ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം പുറത്ത് കാണില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാനിടും. പുറത്ത് കണ്ടു വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇത്രയും വലിയ മാലയൊക്കെ ഇട്ട് എങ്ങനെ പോവുക? അപ്പോൾ ഇതാരും കാണാത്ത രീതിയിലാണ് ഹൈഡ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാറ്. അതായത് മണി മാഗ്നറ്റ്, മണി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാലയാണ്. അപ്പോൾ മാല വേണ്ടവർക്ക് മാലയും നമ്മുടെ ഗുരു മന്ത്രയിൽ അവൈലബിൾ ആണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള മാലയാണിത്. മാലയും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ ഇത് 7 ചക്രയുടെ മാലയും നമ്മളുടെ കയ്യിലുണ്ട്. ഇത് 7 ചക്ര ബ്രേസ്ലെറ്റ്, 7 ചക്രയുടെ മാല വേണ്ടവർക്ക് മാല. ഇത് 10 mm ആണ്. ഇതിൻ്റെ 7 mm ആണെങ്കിലും 6 mm ആണെങ്കിലും ചെറുതും വലുതും എല്ലാം ഉണ്ട്. 108 ബീഡാണ്. ഈ മാലയും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാനായിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിൽ DM ചെയ്താലും മതി. ഫോളോ ചെയ്യുക, DM ചെയ്യുക. ഓരോരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓരോന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഫസ്റ്റ് ഡേ ഓർഡർ ചെയ്തവർക്ക് പിന്നെ 100 അതിൻ്റെ ഉള്ളിൽ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു 100 ഓർഡേഴ്സിന് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കരിങ്ങാലി, പിന്നെ കരിങ്ങാലി വിത്ത് രുദ്രാക്ഷ, പിന്നെ ഹെമിറ്റേറ്റ്, പൈറൈറ്റ്സ്, പിന്നെ അങ്ങനെയുള്ള ബ്രേസ്ലെറ്റുകൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയുള്ള അതേ രീതിയിൽ തന്നെ റേക്കി എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് ആ പ്രൊഡക്റ്റുകളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ടാണ് തന്നത് എന്ന് കരുതിക്കൊണ്ട് ഫസ്റ്റ് ഡേ ഓഫറും നെക്സ്റ്റ് 100 ഓർഡർ ഓഫറൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ആയതുകൊണ്ട് അതിന് ഗുണമില്ല എന്നല്ല, നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന അതിന് ഓരോ സ്റ്റോൺസിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിൻ്റെതായ നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും പറഞ്ഞിട്ടാണ് നമ്മൾ എനർജൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് തന്നിരിക്കുന്നത്. അത് അതിൻ്റെതായ ഗുണങ്ങളോട് കൂടി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ കരിങ്ങാലിയുടെ ബ്രേസ്ലെറ്റാണ് ചിലവർക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് ചോദിച്ചപ്പോൾ ചിലർക്ക് കരിങ്ങാലി മതി എന്ന് പറഞ്ഞു. കരിങ്ങാലി യൂസ് ചെയ്യേണ്ടത് വലത് കൈയിലാണ് കേട്ടോ. വലത് കൈയിലാണ് ഇടേണ്ടത്. അപ്പോൾ ഏതൊക്കെ കൈകളിലാണ് ഇടേണ്ടതെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കരിങ്ങാലി നിങ്ങൾ വലത് കൈയിലും, ബാക്കിയുള്ള സ്റ്റോൺസൊക്കെ, ക്രിസ്റ്റൽ സ്റ്റോൺസൊക്കെ നിങ്ങൾ ഇടത് കൈയിലുമാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രീ തന്നിരിക്കുന്ന ബ്രേസ്ലെറ്റ്സും എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. എന്തിനു നിങ്ങൾ ഫ്രീ തന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റേക്കിൽ വിശ്വസിക്കുന്നവർ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ഉണ്ടാവണം, ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കത് തരുന്നു. ഒരു ബ്രേസ്ലെറ്റ് എൻ്റെ നിന്ന് ഓർഡർ ചെയ്തു, അപ്പോൾ ഞാൻ മറ്റൊരു ബ്രേസ്ലെറ്റും കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ അതെനിക്ക് കിട്ടുന്നത് കൂടുതൽ ഓർഡറുകളായിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുമായിരിക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമായിരിക്കാം. അങ്ങനെ പോകുമായിരിക്കാം, നല്ല പോകും. ആ ഒരു വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫസ്റ്റ് ഡേ ഓർഡർ ചെയ്തവർക്കും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 100 പേർക്കും ഞാൻ ഫ്രീ ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഉണ്ട്. കരിങ്ങാലി ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് ഒന്ന് പറയാം. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ദൃഷ്ടിദോഷം മാറാനും കാര്യതടസ്സങ്ങൾ മാറാനും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലൊരു സ്റ്റോണാണ് കരിങ്ങാലി. വുഡ്, അത് മരമാണ്, വുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരിക്കലും സോൾട്ടഡ് വാട്ടറിൽ വാഷ് ചെയ്യരുത്. അത് നമ്മൾ
യൂസ് ചെയ്യുന്നത് നമ്മുടെ നെയ്യിലാണ് അത് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. വെള്ളത്തിലൊന്നും അത് ഇടണ്ട, അത് പ്യുവർ വുഡാണ്, മരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു ഡ്രോപ്പ് നെയ്യ് എടുക്കുക. ഇപ്പം ഞാനിത് വീഡിയോയിൽ നിന്ന് കുറച്ച് കൂടുതൽ നെയ്യ് എടുത്തിട്ടുണ്ട്, കാരണം അത്രത്തോളം ഉള്ളതുകൊണ്ട്, പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി അതിന് എപ്പോഴെങ്കിലും ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ഒരു ഡ്രോപ്പ് മാത്രം നെയ്യ് കയ്യിൽ വെച്ചിട്ട് ആ ബ്രേസ്ലെറ്റ് നല്ലോണം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ട് പൈറൈറ്റ്സിൻ്റെ. അത് നമ്മൾ ഇടത് കൈയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഹെമിറ്റേറ്റ് അറിയാലോ, മണി അട്രാക്റ്റ് ചെയ്യാനോ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനോ സമ്പത്ത്, പ്രോസ്പെറിറ്റി, വെൽത്ത് ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോണാണ് പൈറൈറ്റ് സ്റ്റോണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അതും റേക്കി എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് പലർക്കും കൊടുത്തിരിക്കുന്നത്. ഗുരുമന്ത്രയിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്റ്റും റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുന്നതൊക്കെ നിങ്ങൾക്കത് പേഴ്സണലി അത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയണം. എന്തായിരിക്കും എന്നുള്ള എക്സ്പ്രഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ രാജേഷ് ചേട്ടന് ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലേക്ക് ഞാനിത് കൊടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഉള്ള ചേട്ടൻ്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ ലൈവായിട്ട് നമുക്കൊന്ന് കാണാം. അത് അത് ഓപ്പൺ എന്നുള്ള സംഭവം വെക്കണം, അത് വെച്ചിട്ടില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് പോളൂ. ഇതാണ് ഇത് ചേട്ടന്റെ. അത് ചേട്ടന്റെ പേരില് എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ ചേട്ടൻ. അപ്പൊ പിന്നെ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ കേസിലൂടെ ഇത് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നു. പെട്ടെന്നുള്ള ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ, കാരണം അത്രത്തോളം പവറുള്ള സ്റ്റോണാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അത്രത്തോളം എനർജൈസ് ചെയ്ത് നമ്മൾ അത്രത്തോളം ശുദ്ധീകരിച്ച് എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക്, അത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ പവർ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് തന്നെ മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകാം. 100% എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ എല്ലാവരും നടക്കും. അപ്പോൾ ഓർഡർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. എല്ലാം കറക്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ സ്റ്റോൺസ് പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള കിട്ടിയിരിക്കുന്ന സ്റ്റോൺസ് കൂടുതൽ ആക്റ്റീവായിട്ട് കൂടുതൽ പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പോവുക. പിന്നെ കുറച്ചൊരു ചോദിച്ച കാര്യം, പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യാമെന്ന്. നമുക്ക് ക്രിസ്റ്റൽ സ്റ്റോൺസ് ഒക്കെ പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്ത് യാതൊരു കുഴപ്പമില്ല. പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യണം. നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കണം, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപക്ഷെ റോഡ് സ്കോട്ട്സ്, അമത്തിസ്റ്റ്, അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മൂഡ് സ്റ്റോണൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പീരീഡ്സ് ടൈമിൽ നിങ്ങളത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പീരീഡ്സ് ടൈമിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്ട്രെസ് റിലീഫ്, പെയിൻ റിലീഫ് ഒക്കെ ഉണ്ടാകും. പിന്നെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ വെച്ച് കിടക്കുക, ചിലർക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പില്ലോടെ അടിയിൽ വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ കരിങ്ങാലി, രുദ്രാക്ഷ, അത് പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. പീരീഡ്സ് ടൈമിലാണെങ്കിൽ അത് യൂസ് ചെയ്യണ്ട. ഇത് കരിങ്ങാലിയുടെ ഇതാണ് കേട്ടോ കരിങ്ങാലിയുടെ പീരീഡ്സ് ടൈമിൽ നമ്മളിത് യൂസ് ചെയ്യണ്ട. നമ്മൾ യൂസ് ചെയ്ത് പോയി എന്ന് കരുതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നെയ്യിട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് ചാർജ് ചെയ്ത് എടുത്താൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നും. റേക്കി ചെയ്യാതെ ബ്രേസ്ലെറ്റ് ഇടുന്നതും റേക്കി ചെയ്തിട്ട് ഇടുന്നതും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ റേക്കി ചെയ്യാതെ ഇടുന്നു എന്ന് കരുതിക്കൊണ്ട് ഗുണം ഉണ്ടാവില്ലെന്നല്ല പറയുന്നത്, അതിനും ഗുണം ഉണ്ടാകും. പക്ഷേ റേക്കി എനർജൈസ് ചെയ്യുമ്പോൾ ഗുണം ഇരട്ടിയാകും, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് വ്യത്യാസം. റേക്കി എനർജൈസ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. 2-3 ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അതങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു, ഇത് പോസിറ്റീവായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റോൺസ് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. മനസ്സിൻ്റെ ധൈര്യമാണ്, മനസ്സിൻ്റെ വിശ്വാസമാണ് പ്രാധാന്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേക്കി എനർജൈസ് ചെയ്യുന്നതിന് നമ്മൾ ഒട്ടും തന്നെ ചാർജ് എടുക്കുന്നില്ല. അത് 100% ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കുറവായിട്ടാണ് നമ്മൾ ഗുരുമന്ത്രയിൽ ഓരോ പ്രോഡക്റ്റും സെയിൽ ചെയ്യുന്നത്. അതും റേക്കി എനർജൈസിങ് 100% ഫ്രീ ആണ്, ഷിപ്പിങ്ങും 100% ഫ്രീ ആണ്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം. ഇൻസ്റ്റയിൽ DM ചെയ്താലും മതി.
ഇതിപ്പോൾ അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഓരോ ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിരിക്കുന്നത് ഈ 3 ബ്രേസ്ലെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ബ്രേസ്ലെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും